നിലമ്പൂരിൽ യുഡിഎഫിന്റെ ശക്തി പ്രകടനമായി ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കെ.സി. വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചരണത്തിനായെത്തി. മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ആളാണ് പിണറായിയെന്ന് കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നിലമ്പൂരിലെ മത്സരം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. 2026-ൽ 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ആശാ വർക്കർമാർ 100,000 ദിവസം സമരം ചെയ്താലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, അവർ തെണ്ടിപ്പിരിച്ച് സമരം നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ചിട്ട് പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരത്തെ പോലും ആക്ഷേപിച്ച് തൃശ്ശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് പൂരം കലക്കി കൊടുത്ത് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ, നരേന്ദ്രമോദിക്ക് വേണ്ടി, ഫാസിസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം ക്യാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് 2026-ൽ 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് കടൽ കൊള്ള എന്നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കടൽ വിപ്ലവമായി മാറി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള, ഇപ്പോൾ കടൽ വിപ്ലവം. ഓന്തിന്റെ പോലെ നിറം മാറുന്ന ഒരു സർക്കാർ.